Hello students, welcome to Franklin's Lectures, India's #1 engineering education platform. എൻ്റെ പേര് ഫഹീം മുഹമ്മദ്. I'm a subject matter expert at Franklin's Lectures. And നമ്മൾ ഇന്ന് Franklin Lectures നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത് KEAM 2026ന്റെ ഭാഗമായി PYQ ഡിസ്കഷൻ സീരീസിലെ മാത്തമാറ്റിക്സിലെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ചാപ്റ്റർ ആണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. So if first question, if x equal to 5 tan t and y is equal to 5 sec t, then dy by dx at t is equal to pi by 3 എന്താണെന്ന് ചോദിച്ചത്. സോ നമുക്ക് എന്താണ് x എന്ന് പാരാമെട്രിക് ഡിഫറൻസിയേഷൻ ആണല്ലേ. എക്സും ഇൻ ടേംസ് ഓഫ് ടി ആണ് തന്നിരിക്കുന്നത്, അതേപോലെ y ഇൻ ടേംസ് ഓഫ് ടി ആണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചോദിച്ചതോ dy by dx ആണ്. അപ്പോൾ നമ്മൾ എന്താണ് എക്സ് ഇൻ ടേംസ് ഓഫ് ടി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, അതേപോലെ വൈയും നമ്മൾ ഇൻ ടേംസ് ഓഫ് ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് dy by dxും dy by dt, അതേപോലെ dx by dt കണ്ടുപിടിക്കും. സോ പാരാമെട്രിക് ഡിഫറൻസിയേഷൻ നമ്മൾ dy by dx is equal to എന്താണ് dy by dt divided by dx by dt ആണ്. സോ അങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ given that x is equal to 5 tan t, okay, x is equal to 5 tan t ആണെന്ന് പറഞ്ഞിരിക്കുന്നത്, and y is equal to 5 sec t. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടി ആണ് നമ്മൾ ചെയ്യുന്നത്. സോ dx by dt അല്ലേ, dx by dt എന്ത് വരും, dx by dt is equal to 5 പറഞ്ഞ കോൺസ്റ്റന്റ് ആണ് അവിടെ. ഇനി d by dt of tan t എന്തായിരിക്കും, ടാനിന്റെ ഡെറിവേറ്റീവ് പറഞ്ഞാൽ sec സ്ക്വയർ ആണല്ലേ, sec സ്ക്വയർ ആണ്. സോ 5 sec സ്ക്വയർ t എന്ന് കിട്ടും. അതേപോലെ ഡിഫറൻഷിയേറ്റിംഗ് y വിത്ത് റെസ്പെക്ട് ടു t നമുക്ക് എന്ത് കിട്ടും, 5 into d by dx of sec t. സെക്കിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ sec into tan ആണല്ലേ. അപ്പോൾ 5 sec t into tan t എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ എന്താണ് പാരാമെട്രിക് ഡിഫറൻഷിയേഷൻ ചെയ്യാണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, therefore dy by dx is equal to നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, dy by dt divided by dx by dt. സോ dy by dt ഇവിടെ എന്തായിരുന്നു, 5 sec square t എന്നാണ്, 5 sec square t എന്നാണ്, and dx by dt, sorry, dy by dt 5 sec square, sorry, dy by dt 5 sec t tan t ആണ്. then dx by dt or dx by dt 5 sec square t എന്നാണ്. ഇനി 5 5 ക്യാൻസൽ, then sec t ഇവിടുത്തെ ന്യൂമറേറ്റർ sec t ഈ sec സ്ക്വയർത്തെ ഒരു sec t നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ വാട്ട് വിൽ ബി റിമൈനിങ്, ദാറ്റ് വിൽ ബി tan t divided by sec t എന്നാണ്. ഇനി നമ്മൾ എന്താണ് ടാനിനും സെക്കൻഡിനും നമ്മൾ എന്താണ് സൈൻ്റെ കോസ്റ്റിനും ടേംസ് ചെയ്തത്, അപ്പോൾ കുറച്ചുകൂടി സിംപ്ലിഫൈ ആവും. സോ ടാനിന് നമുക്ക് എഴുതാൻ പറ്റും sin t ഡിവൈഡഡ് ബൈ കോസ് ടി എന്ന് എഴുതാൻ പറ്റും. ദെൻ 1 by sec t എന്താണ് കോസ് ടി ആണല്ലേ, കോസും സെക്കും എന്താണ് റെസിപ്രോക്കലാണ്. സോ റെസിപ്രോക്കൽ ടീച്ചർ ആകുമ്പോൾ 1 by sec t എന്ന് പറയുമ്പോൾ കോസ് ആണ് വരിക. സോ കോസും ക്യാൻസൽ ആകുമ്പോൾ dy by dx നമുക്ക് എന്ത് കിട്ടും, sin t എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഹെൻസ് dy by dx at ഏത് വാല്യൂ നമ്മൾ ചോദിച്ചത്, at x equal to pi by t is equal to pi by 3 ആണ്. സോ dy by dx at t is equal to pi by 3 എന്ന് പറയുന്നത് sin of pi by 3 is equal to എന്ത് വരും, sin of pi by 3 sin 60. sin 60 എന്താണ് 3/2 √3/2 ആണല്ലേ ആൻസർ. സോ √3/2 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. സോ ദി കറക്റ്റ് ആൻസർ ഓപ്ഷൻ വിൽ ബി ഓപ്ഷൻ സി അല്ലേ, ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് അപ്പോൾ പാരാമെട്രിക് ഡിഫറൻസിയേഷൻ്റെ ക്വസ്റ്റ്യൻസ് വന്നാൽ സോൾവ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് f of x is equal to x square minus alpha such that x less than 1 and bx minus 3 such that x greater than or equal to 1. If f of x is continuous at x equal to 1, then the value of alpha plus beta എന്താണെന്നാണ് ചോദിച്ചത്. ഓക്കെ, സോ നമ്മളോട് പറഞ്ഞിരിക്കണേ f of x continuous at x equal to 1 എന്നാണ്. സോ f of x is continuous at x equal to 1. at x equal to 1 അങ്ങനെയാണെങ്കിൽ f of x കണ്ടിന്യൂസ് ആണെങ്കിൽ വാട്ട് വിൽ വി ഗെറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് f of 1 f dash of 1 എന്ന് പറയുന്നത് അല്ലേ, f dash of 1 എന്ന് പറയുന്നത് സോറി f of 1 എന്ന് പറയുന്നത് f dash of 1 അല്ല, f of 1 എന്ന് പറയുന്നത് എന്താണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിനും റൈറ്റ് ഹാൻഡ് ലിമിറ്റിനും എക്സിസ്റ്റ് ചെയ്യും അല്ലേ, അതാണ് അങ്ങനെ പറയുന്നത്. സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ദാറ്റ് എക്സ്റ്റെൻഡ്സ് ടു
1 minus f of x ന് ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 പ്ലസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ. അതാണ് കണ്ടിന്യൂറ്റിൻ്റെ ഡെഫിനിഷൻ. സോ ഇങ്ങനെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ്, നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും അതേപോലെ എഫ് ഓഫ് വണ്ണും ഇവാലുവേറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റോ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അങ്ങനെ ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റും എഫ് ഓഫ് വണ്ണിനും സെയിം വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ഇതോ അല്ലെങ്കിൽ ഇതോ ചെയ്താൽ മതി. അപ്പോൾ അത് രണ്ടും കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ ആൻസർ കിട്ടുമായിരിക്കും. ഓക്കെ, സോ ലിമിറ്റ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് എഫ് ഓഫ് വൺ എന്താണ്, അപ്പോൾ എഫ് ഓഫ് വൺ എന്താ കിട്ടുക, എഫ് ഓഫ് വൺ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് വൺ ഏതാ കിട്ടുക, എക്സ് ക്രിയേറ്റ് ചെയ്താണ് ഈക്വൽ ടു ആണ്. അപ്പോൾ ബി എക്സ് മൈനസ് 3 ആണ്. സോ ബി ഇൻറ്റു 1 മൈനസ് 3 എന്ന് കിട്ടും. ഓക്കെ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു 1 മൈനസ് 3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ബീറ്റ മൈനസ് 3. ഇനി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് ലിമിറ്റ് ഇതാക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 ഫസ്റ്റത്തെ എന്തായിരുന്നു, എക്സ് സ്ക്വയർ മൈനസ് ആൽഫ എന്നാണ്. സോ എക്സ് സ്ക്വയർ മൈനസ് ആൽഫ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, മൈനസ് 1 സ്ക്വയർ മൈനസ് ആൽഫ എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ. അപ്പോൾ 1 മൈനസ് ആൽഫ എന്ന് കിട്ടി. ഇനി എന്താണ്, അപ്പോൾ ഇത് ഇക്വേഷൻ 1 ആണ്, ഇത് ഇക്വേഷൻ 2 ആണ്. അപ്പോൾ ഫ്രം 1 and 2 എന്താണ് ലിമിറ്റ്, ഇത് രണ്ടും ഈക്വൽ ആണ്. സോ 1 മൈനസ് ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ മൈനസ് 3 എന്ന് എഴുതാൻ പറ്റും. സോ ഈ ആൽഫന് ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡ് എടുക്കും, 3നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി. ആൽഫ ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, ആൽഫ പ്ലസ് ബീറ്റ ഉണ്ടാവില്ല, ആൽഫ പോസിറ്റീവ് ആവും. സോ ദാറ്റ് ഗിവ്സ് എന്താണ് വരിക, ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്, ഈ മൈനസ് 3നെ അങ്ങോട്ട് കൊണ്ടുപോകും. സോ മൈനസ് 3 പ്ലസ് 3 ആവും. സോ 1 പ്ലസ് 3 എന്ന് പറയാൻ പറ്റും. Therefore we can write alpha plus beta, the value of alpha plus beta is equal to 4 എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ 4 ആണ് ആൻസർ കിട്ടുക. ആൻഡ് ദി ഓപ്ഷൻ വിൽ ബി, കറക്റ്റ് ഓപ്ഷൻ വിൽ ബി സി. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. ദ നെക്സ്റ്റ് question, for 1 less than x less than or equal to x less than infinity, let f of x is equal to sin inverse 1 by x plus cos inverse 1 by x, then f dash of x ആണ് ചോദിച്ചത്. സോ നമുക്ക് തന്നിക്കുന്ന ഫംഗ്ഷൻ എന്താ, f of x is equal to sin inverse 1 by x plus cos inverse 1 by x ആണ്. നമുക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട്, ദാറ്റ് ഈസ് നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൽ പഠിക്കുന്നതാണ്. sin inverse x plus cos inverse x എന്താണ്, π/2 എന്നാണ്. സോ അത് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്താലും നമുക്കിത് വളരെ എളുപ്പമായിട്ട് ചെയ്യാനും പറ്റില്ല. സോ വി നോ we have sin inverse x plus cos inverse x is equal to π/2. ഓക്കെ, sin inverse x plus cos inverse x π/2 ആണ്. അപ്പോൾ നമുക്ക് f of x എന്തായിരുന്നു, f of x is equal to sin inverse, അത് ഏത് ആംഗിൾ ആയാലും π/2 ആണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം സൈൻ ഇൻവേഴ്സ് തീറ്റ പ്ലസ് കോസ് ഇൻവേഴ്സ് തീറ്റ ഇക്വൽ ടു π/2 ആണ്. അപ്പം സൈൻ ഇൻവേഴ്സ് പ്ലസ് കോസ് ഇൻവേഴ്സിലെ രണ്ട് ആംഗിൾ സെയിം ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്താണ്, π/2 ആയിരിക്കും. സോ സൈൻ ഇൻവേഴ്സ് 1/x പ്ലസ് കോസ് ഇൻവേഴ്സ് 1/x എന്ന് പറയുന്നത് അപ്പം എന്ത് വരും, π/2 എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിലോ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് വരും, ഹെൻസ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് വരും, എഫ് ഡാഷ് ഓഫ് π/2 എന്ന് വരും. എഫ് ഡാഷ് ഓഫ് π/2 എന്ന് വരും. സോറി, എഫ് ഡാഷ് ഓഫ് എക്സ് പറയുന്നത് d/dx ഓഫ് π/2 എന്ന് വരും. π/2 എന്താണ്, ഇവിടെ ഒരു കോൺസ്റ്റന്റ് ആണ്. സോ ദ ആൻസർ വിൽ ബി എന്താണ്, 0. സിൻസ് π/2 is a constant, the answer will be 0. Okay, so the correct option is option E. Clear അല്ലേ? Next question. For the curve y is equal to alpha x square plus cos y plus beta, the value of dy by dx at 1,0 is 2. Then the value of alpha beta is എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് കേർവ് തന്നിക്കണേ ആൻഡ് ആ കേർവിൻ്റെ dy by dx ന്റെ വാല്യൂ തന്നിക്കണേ at 1,0. Then the value of alpha plus beta ആണ്. സോ ഫസ്റ്റ് നമുക്ക് ആ കേർവിൽ 1,0 എന്താണ് ഇക്വേഷൻ കിട്ടണം നോക്കാം. ഓക്കെ, നമുക്ക് രണ്ട് ഇക്വേഷൻ വേണം, എന്നാലും നമുക്ക് ആൽഫയും ബീറ്റയും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ആ കേർവിൽ തന്നെ നമ്മൾ 1,0 എന്നുള്ള പോയിന്റ് അവിടെ കൺസിഡർ ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താണ് ഡെറിവേറ്റീവ് എടുത്തിട്ട് അതിൽ 1,0 നമ്മൾ എക്സിനും വൈനും കൊടുക്കും, അതേപോലെ dy by dx 2 കൊടുക്കും. സോ അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസും അത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആൽഫ ബീറ്റ കിട്ടുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഡു ഇറ്റ്. അങ്ങനെയാണെങ്കിൽ
we have എന്താണ് നമുക്ക് തന്നിരിക്കുന്നത് y is equal to alpha x square plus cos y plus beta എന്നായിരിക്കും ശരിയല്ലേ അപ്പോൾ put x equal to എന്താണ് 0 sorry x equal to 1 and y is equal to 0 in y അല്ലെങ്കിൽ in equation number 1 in 1 അപ്പോൾ എന്ത് വരും 0 is equal to alpha 1 square plus cos 0 plus beta എന്ന് വരും so 0 is equal to alpha plus 1 plus beta എന്ന് വരും that can be written as alpha plus beta is equal to minus 1 എന്ന് എഴുതാൻ പറ്റും ശരിയല്ലേ alpha plus beta is equal to minus 1 എന്ന് എഴുതാൻ പറ്റും let that be equation number 2 okay ഇനി നമ്മൾ എന്താണ് നമ്മൾ y dash കണ്ടിരിക്കുക അല്ലെങ്കിൽ ഡെറിവേറ്റീവ് കണ്ടിരിക്കുക സോ y dash എന്ത് വരും y dash is equal to d by dx of എന്തായിരിക്കും alpha x square plus cos y plus beta ശരിയല്ലേ സോ ഫസ്റ്റ് alpha x square എന്തായിരിക്കും alpha അവിടെ കോൺസ്റ്റന്റ് x square നമുക്കറിയാം ഡെറിവേറ്റീവ് 2x ആണ് സോ 2 alpha x എന്ന് വരും അതേപോലെ പ്ലസ് കോസ് വൈൻ്റെ ഡെറിവേറ്റീവ് പറഞ്ഞാൽ സൈൻ വൈ ആണല്ലേ മൈനസ് സൈൻ വൈ ആണ് കോസ് വൈൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് ബീറ്റ ഒരു നമ്പർ ആണ് സോ ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് നമ്പർ എന്താണ് 0 ആണ് സോ എന്താണ് 2 ആൽഫ എക്സ് മൈനസ് സൈൻ വൈ ആണ് നമുക്ക് വൈ ഡാഷ് കിട്ടുക ഇനി നമുക്ക് എന്താണ് പുട്ട് ഇക്വേഷൻ നമ്പർ 3 പുട്ട് x equal to 0 y is equal to 1 and y dash is equal to എന്താണ് നമുക്ക് 2 ആണ് in equation number 3 ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നാണ് കേട്ടോ എന്നിട്ട് y of the value of dy by dx at 1, 0 is 1 and 2 എന്ന് നിൽക്കുന്നത് അതുകൊണ്ടാണ് നമ്മളിത് കൊടുക്കുന്നത് സോ ദെൻ എന്താണ് 2 is equal to ഇത് y dash ആണ് സോ 2 is equal to എന്ത് വരും 2 alpha into 0 minus sin 1 എന്ന് വരും അല്ലേ 2 alpha into 0 minus sin 1 എന്ന് വരും x equal to 1 sorry x equal to 1 ആണ് അല്ലേ x equal to 1 y is equal to 0 ആണ് so x equal to 1 y is equal to 0 so 2 alpha minus 1 into sin 0 എന്ന് വരും so എന്ത് വരും 2 alpha into 1 എന്ന് പറഞ്ഞാൽ 2 alpha minus sin 0 0 ആണ് so 2 alpha is equal to 2 എന്ന് വരും that gives എന്താണ് alpha is equal to 1 let that be equation number 4 അങ്ങനെ ആൽഫ 1 ആണെങ്കിൽ ഇക്വേഷൻ 2 ബിക്കംസ് അപ്പോൾ ഇക്വേഷൻ 2 എന്ത് വരും ബീറ്റ ഇസ് ഈക്വൽ ടു -1 മൈനസ് ആൽഫ എന്ന് വരും വിച്ച് ഇസ് ഈക്വൽ ടു -1 വിച്ച് ഇസ് ഈക്വൽ ടു -2 അപ്പോൾ നമുക്ക് എന്ത് പറയും ഹെൻസ് ആൽഫ ബീറ്റ എന്ന് പറയുന്നത് 1 ഇൻറ്റു -2 എന്ന് വരും വിച്ച് ഇസ് ഈക്വൽ ടു -2 എന്നായിരിക്കും ആൻസർ ക്ലിയർ അല്ലേ -2 എന്നായിരിക്കും ആൻസർ ഓക്കെ സോ ദി കറക്റ്റ് ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ -2 എന്നല്ല കറക്റ്റ് ആൻസർ ആൽഫ ഇസ് ഈക്വൽ ടു 1 എന്നാണ് ദെൻ ബീറ്റ ഇസ് ഈക്വൽ ടു -2 എന്നാണ് സോ കറക്റ്റ് ഓപ്ഷൻ വിൽ ബി ഡി ഓക്കെ -2 എന്നാണ് ഓപ്ഷൻ വരിക ക്ലിയർ അല്ലേ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ if y is equal to log to the base e 1 plus 2x square divided by 1 minus 3x square then dy by dx is equal to എന്നാണ് ചോദിച്ചത് അപ്പോൾ y is equal to log of 1 plus 2x square divided by 1 minus 3x square ആണ് ചോദിച്ചത് നമുക്ക് ഇവിടെ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നതാണ് log of a by b is equal to log of a minus log of b എന്നാണ് എന്നിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാൻ സുഖമായിരിക്കും ഇങ്ങനെയാകുമ്പോൾ എന്താണ് നമ്മൾ ക്വസ്റ്റ്യൻ റൂളൊക്കെ ഇതൊക്കെയാണ് ബുദ്ധിമുട്ടാണ് സോ പക്ഷേ നമുക്ക് ലോഗിന് പ്രോപ്പർട്ടി ദാറ്റ് ഇസ് log of a by b is equal to log of a minus log of b സോ അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് സോ എന്താണ് y is equal to നമുക്ക് തന്നിരിക്കുന്നത് log to the base e 1 plus 2x square divided by 1 plus 2x square divided by 1 minus 3x square okay അപ്പോൾ ഞാൻ പറഞ്ഞു log of a by b എന്ന് പറയുന്നത് എന്താണ് log of a minus log of me ആണ് log a minus log b അപ്പോൾ നമുക്ക് ഇത് ഇവിടെ ചെയ്യുമ്പോഴോ log to the power e 1 plus 2x square minus log to the power e
log to the power base log to the base e ആണ് ഉദ്ദേശിക്കുന്നത് log to the base e 1 plus 2x e ഇടുന്നില്ല കാരണം എക്സ്പോണൻഷ്യൽ ആകുമ്പോൾ ലോഗിന് അങ്ങനെ തന്നെ വാല്യൂ ഉണ്ട് അപ്പോൾ log 1 plus 2x സ്ക്വയറും അതേപോലെ മൈനസ് log 1 minus 3x സ്ക്വയർ എന്നാണ് സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റും സോ dy by dx അപ്പോൾ എന്ത് വരും ലോഗിൻ്റെ ഡെറിവേറ്റീവ് പറഞ്ഞാൽ log x-ൻ്റെ 1/x ആണ് അപ്പോൾ log of 1 plus 2x സ്ക്വയർ എന്തായിരിക്കും 1/1 plus 2x സ്ക്വയർ ഇനി എന്താ ചെയിൻ റൂൾ പ്രകാരം നമ്മൾ എന്താണ് ഈ 1 plus 2x സ്ക്വയറിന് ഡെറിവേറ്റീവ് എടുക്കണം സോ d by dx of into d by dx of 1 plus 2x സ്ക്വയർ എന്ന് വരും മൈനസ് log of എന്താണ് 1 minus 3x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് പറഞ്ഞാൽ 1 divided by 1 minus 3x സ്ക്വയർ ഇൻറ്റു എന്ത് വരും d by dx of 1 minus 3x സ്ക്വയർ ഇനി അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് വരും 1/1 plus 2x സ്ക്വയർ ഇൻറ്റു ഇവിടെ എന്താ വരിക 1 plus 2x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് പറഞ്ഞാൽ 1 0 ആണ് 2x സ്ക്വയറിൻ്റെ 4x ആണ് വരിക സോ 4x എന്ന് വരും മൈനസ് 1 minus 3x സ്ക്വയർ ഇൻറ്റു എന്ത് വരും 1ൻ്റെ ഡെറിവേറ്റീവ് 0 ദെൻ 3x സ്ക്വയറിൻ്റെ 6x ആണ് സോ മൈനസ് 6x എന്ന് വരും അല്ലേ മൈനസ് 6x എന്ന് വരും സോ വാട്ട് വിൽ ഹാപ്പൻ ദിസ് വിൽ ബി ഈക്വൽ ടു 4x മൈനസ് 1 plus 2x സ്ക്വയർ പ്ലസ് 6x മൈനസ് 1 മൈനസ് 3x സ്ക്വയർ എന്ന് വരും ഓക്കെ എന്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ 4x ഇൻറ്റു 1 മൈനസ് 3x സ്ക്വയറും പ്ലസ് 6x ഇൻറ്റു 1 പ്ലസ് 2x സ്ക്വയർ എന്ന് വരും ഡിവൈഡഡ് ബൈ എന്ത് വരിക 1 പ്ലസ് 2x സ്ക്വയറും ഇൻറ്റു 1 മൈനസ് 3x സ്ക്വയർ അങ്ങനെയല്ലേ വരിക സോ അത് നമ്മൾ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 4x മൈനസ് 12x ക്യൂബ് എന്ന് വരും പ്ലസ് 6x പ്ലസ് 12x ക്യൂബ് എന്ന് വരും ശരിയല്ലേ ഈ 12x ക്യൂബ് ഈ മൈനസ് 12x ക്യൂബും ക്യാൻസൽ ചെയ്യാൻ പറ്റും ദെൻ ഡിനോമിനേറ്ററിലോ 1 പ്ലസ് 2x സ്ക്വയർ മൈനസ് 3x സ്ക്വയർ മൈനസ് 6x to the power 4 എന്ന് വരും അല്ലേ 6x to the power 4 എന്ന് വരും സോ അത് നമ്മൾ ചെയ്യുകയാണെങ്കിലോ മേലെ 4x plus 6x ആണ് സോ എന്താണ് ഹെൻസ് y dash is equal to എന്ന് വരും മേലെ 4x plus 6x ആണ് ദാറ്റ് ഈസ് 10x എന്നാണ് ദെൻ ഡിനോമിനേറ്ററിൽ 1 plus 3 minus 2x സ്ക്വയർ ആണ് 1 minus x to the power 2 minus 6 into x to the power 4 എന്നായിരിക്കും ആൻസർ വരിക ആൻഡ് ദി ഓപ്ഷൻ വിൽ ബി ഓപ്ഷൻ എ അല്ലേ 10x divided by 1 minus x square minus 6x to the power 4 എന്നാണ് 6 into x to the power 4 എന്നാണ് സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ക്ലിയർ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ if f of x is equal to x mod x then f dash of minus 1 plus f dash of minus 1 plus f of 1 is equal to എന്നാണ് ചോദിച്ചത് അപ്പോൾ f of x equal to x into mod x ആണ് സോ mod x നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ലെസ് ദാൻ 0 x ലെസ് ദാൻ 0 കണ്ടീഷനും അതുപോലെ x ഗ്രേറ്റർ ദാൻ 0 കണ്ടീഷനും കൺസിഡർ ചെയ്യണം സോ നമുക്ക് എന്താ ഫംഗ്ഷൻ വി ഹാവ് f of x is equal to x mod x റൈറ്റ് അല്ലേ ഈ x mod x നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും f of x is അല്ലെങ്കിൽ ഈക്വൽ ടു എന്താണ് mod x ലെസ് ദാൻ 0 ആകുമ്പോൾ മൈനസ് എക്സ് ആണല്ലേ അപ്പം x ഇൻറ്റു മൈനസ് എക്സ് എന്ന് വരും ശരിയല്ലേ സോ x ഇൻറ്റു മൈനസ് എക്സ് പറയുമ്പോൾ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ if x is less than 0 and x square if x is greater than or equal to 0 അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മൾ f dash of minus 1 കൊടുക്കുമ്പോൾ f of x minus x square ആയിട്ടും f of 1 കൊടുക്കുമ്പോൾ f of x x square ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ for f dash of minus 1 for f dash of minus 1 എന്ത് വരും f of x എന്നുള്ളത് മൈനസ് എക്സ് സ്ക്വയർ ആയിരിക്കും സോ എഫ് ഡാഷ് ഓഫ് എക്സോ എന്തായിരിക്കും ആ മൈനസ് അവിടെ തന്നെ നിൽക്കും 2x എന്ന് വരും അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് മൈനസ് 1 എന്ന് പറയുന്നത് മൈനസ് 2 ഇൻറ്റു മൈനസ് 1 എന്നാണ് വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇനിയോ ഫോർ എഫ് ഡാഷ് ഓഫ് 1 ഓക്കെ സോ ഫോർ എഫ് ഡാഷ് ഓഫ് 1 എന്താണ് എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ് അപ്പം എഫ് ഡാഷ് ഓഫ് എക്സോ ഇസ് ഈക്വൽ ടു 2x എന്ന് വരും ആൻഡ് എഫ് ഡാഷ് ഓഫ് 1 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 എന്ന് പറയും വിച്ച് ഇസ് ഈക്വൽ ടു 2 അങ്ങനെയാണെങ്കിൽ എന്താണ് വരിക ഇനി നമുക്ക് എഫ് ഡാഷ് ഓഫ് മൈനസ് 1 എഫ് ഡാഷ് ഓഫ് 1 കിട്ടി അപ്പോൾ നമുക്ക് ആഡ് ചെയ്താൽ മതി ഹെൻസ്
നമുക്ക് എന്ത് കിട്ടും? എഫ് ഡാഷ് ഓഫ് -1 പ്ലസ് എഫ് ഡാഷ് ഓഫ് 1 is equal to 2 plus 2 എന്ന് വരില്ല. 2 plus 2 which is equal to എന്താ വരിക? 4 ആണ് നമുക്ക് ആൻസർ കിട്ടുക. ക്ലിയർ അല്ലേ? സോ ദി കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഇ ആണ്. ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ഓപ്ഷൻ. Then next question, if f of x is equal to mx plus 1 such that x less than or equal to pi by 2 is continuous at x equal to pi by 2, sin x plus n if x greater than or equal to pi by 2 then which is continuous at x pi by 2 then അതാണ് ചോദിച്ചത്. നമ്മൾ നേരത്തെ അതേ ക്വസ്റ്റ്യൻ നമ്മൾ ഇതിന് മുന്നേ അങ്ങനെ ചെയ്തു, അതേമാതിരത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് കണ്ടിന്യൂസ് ആണ് പറയുമ്പോൾ നമുക്കറിയാം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആൻഡ് ദാറ്റ് ഈസ് ബോത്ത് ഈക്വൽ ടു ദ വാല്യൂ ഓഫ് ദറ്റ് ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ് ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു തന്നെ വെച്ച് ഇവിടെയും കണ്ടുപിടിക്കുന്നത് ദാറ്റ് ഈസ് f is continuous at x equal to pi by 2. That gives then f of pi by 2 is equal to limit x tends to pi by 2 minus f of x tends to pi by 2 minus f of x is equal to limit x tends to pi by 2 plus f of x. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് പൈ ബൈ ടുവിൽ നമ്മളുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എം എക്സ് പ്ലസ് 1 ആണ്. എഫ് ഓഫ് പൈ ബൈ ടുവിൽ നമ്മളുടെ വാല്യൂ എന്ന് പറയുന്നത് എം എക്സ് പ്ലസ് 1 ആണ്. എഫ് ഓഫ് പൈ ബൈ ടുവിൽ നമ്മളുടെ വാല്യൂ എന്ന് പറയുന്നത് എം എക്സ് പ്ലസ് 1 ആണ്. ആൻഡ് നമ്മളുടെ എഫ് ഓഫ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പൈ ബൈ 2 മൈനസ് എഫ് ഓഫ് എക്സിൽ സൈൻ എക്സ് പ്ലസ് എൻ ആണ്. സോ അത് രണ്ടുമാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ വാട്ട് വിൽ ഹാപ്പൻ? സോ എഫ് ഓഫ് പൈ ബൈ 2 നമുക്ക് ഡിനോട്ട് ചെയ്യാം. ദറ്റ് ഈസ് എഫ് ഓഫ് പൈ ബൈ 2 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്മൾ എക്സിൻ്റെ പകരം എം എക്സ് പ്ലസ് 1 ആണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ എം എക്സ് പ്ലസ് 1 യൂസ് ചെയ്യുമ്പോൾ എം ഇൻറ്റു പൈ ബൈ 2 പ്ലസ് 1 എന്ന് വരും. എം ഇൻറ്റു പൈ ബൈ 2 പ്ലസ് 1 എന്ന് വരും. ലെറ്റ് ഇക്വേഷൻ നമ്പർ 1. അതേപോലെ തന്നെ നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ ചെയ്യണം. കാരണം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിലാണ് ഈക്വൽ ടു എഫ് ഓഫ് 5 ബൈ 2 വരുന്നത്. അപ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. സോ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 2 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ 2 ഏതാണ് നമ്മുടെ ഫംഗ്ഷൻ? സൈൻ എക്സ് പ്ലസ് എൻ ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? സൈൻ പൈ ബൈ 2 പ്ലസ് എൻ എന്ന് വരും. സൈൻ പൈ ബൈ 2 എത്രയാണ്? 1 ആണല്ലേ? 1 പ്ലസ് എൻ ആയിരിക്കും ആൻസർ. ദാറ്റ് ഈസ് ഓപ്ഷൻ 2. അപ്പോൾ ഫ്രം 1 and 2 നമുക്കറിയാം അത് രണ്ട് ഈക്വൽ ആണ്. സോ ഫ്രം 1 and 2 നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എം പൈ ബൈ 2 പ്ലസ് 1 ഇസ് ഈക്വൽ ടു 1 പ്ലസ് എൻ എന്ന് പറഞ്ഞിട്ട് 1 ഉം 1 ക്യാൻസൽ ആക്കാൻ പറ്റും. സോ ദാറ്റ് ഗിവ്സ് എന്താണ്? എം പൈ ബൈ 2 ഇസ് ഈക്വൽ ടു എൻ. ദാറ്റ് therefore നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എൻ ഇസ് ഈക്വൽ ടു എം പൈ ഡിവൈഡഡ് ബൈ 2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ ദ റിലേഷൻ ബിറ്റ്വീൻ എം ആൻഡ് എൻ ഇസ് എം പൈ ബൈ 2. n is equal to m pi by 2 by n ആണ്, which is option C. Option C ആണ് correct answer. Okay, so now let's move on to the next question. If f of x is equal to sin inverse cos x, then d square y by dx square at x equal to pi by 4 എന്താണെന്നാണ് ചോദിച്ചത്. So f of x is equal to sin inverse of cos x എന്ന് എഴുതിയിരിക്കണം. f of x തന്നിരിക്കുന്നത് sin inverse of cos x. ഇനി നമുക്കറിയാം സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് അല്ലെങ്കിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എക്സ് ആണ്. സോ നമുക്കെന്താ ഈ കോസ് എക്സിന് നമുക്ക് എന്താണ് മാറ്റി സൈൻ എക്സിൻ്റെ ടേംസിൽ എഴുതിയാൽ മതി. എന്നാൽ നമുക്ക് ഇതിന് ആൻസർ കിട്ടും. ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് ഓഫ് കോസ് എക്സിന് ഞാൻ എങ്ങനെ എഴുതുന്നത് വെച്ചാൽ സൈൻ ഓഫ് പൈ ബൈ 2 പ്ലസ് മൈനസ് എക്സ് ആണ്. സൈൻ ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് ആണ്. അങ്ങനെ ആകുമ്പോൾ എന്ത് വരും? നമ്മൾ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. അതേപോലെ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ പറഞ്ഞാൽ തീറ്റയാണ്. സോ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ പൈ ബൈ 2 എക്സ് എന്ന് വരും. പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് വരും. അതിനെന്തായിരുന്നു? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റയാണ്. ഓക്കെ, അതേപോലെ സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് തീറ്റ എന്ന് പറയുന്നതും തീറ്റയാണ്. ആ ഒരു ഇതാണ് അല്ലെങ്കിൽ ആ ഒരു ഐഡൻറ്റിറ്റിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ വരിക? പൈ ബൈ 2 മൈനസ് എക്സ് ആണ് എന്ത് നമുക്ക് കിട്ടിയത്? എഫ് ഓഫ് എക്സ് കിട്ടിയത്. ഇനി നമുക്ക് എന്താ കണ്ടത്? എഫ് ഡാഷ് ഓഫ് എക്സ് ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ് അല്ലെങ്കിൽ ഡി ഇതാണ് വൈ. ഇത് വൈ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് അല്ലേ ചോദിച്ചത്. അപ്പോൾ നമുക്ക് ലെറ്റ് വൈ ഈസ് ഈക്വൽ ടു നോക്കാം.
let y is equal to അപ്പം dy by dx എന്ന് വരും dy by dx pi by 2 minus x ന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ pi by 2 കോൺസ്റ്റന്റ് ആണ് 0 minus 1 എന്ന് വരില്ല 0 minus 1 എന്ന് വരും which is equal to minus 1 and d square y by dx square d square y by dx square and then dy by dx of minus 1 ആണ് കോൺസ്റ്റന്റ് ആണ് so 0 അത് 0 ആണ് അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റും hence dy by dx at x equal to pi by 4 എന്ന് പറയുന്നത് എത്രയ്ക്കാരം is d square y by dx square ആണ് d square y by dx square at x equal to pi by 4 എന്നാണ് d square y by dx square equal to 0 ആണ് അപ്പോൾ x equal to pi by 4 അവിടെ x ന് വാല്യൂ ഇല്ല അപ്പോൾ equal to 0 ആണ് സോ is 0 എന്ന് പറയാൻ പറ്റും അവിടെ നമുക്ക് ഒന്നും കൊടുക്കാനില്ല 0 ആണ് സോ 0 തന്നെയാണ് ആൻസറും സോ the value of d square y by dx square at x equal to pi by 4 എന്ന് വരും ആൻസർ ഓപ്ഷൻ E ആണ് that is 0 clear അല്ലേ now moving on to the last question if y is equal to tan inverse cos x minus sin x divided by cos x plus sin x such that pi by 2 minus pi by 2 such less than x less than pi by 2 then dy by dx അപ്പം x ഇതാക്കുന്നത് സ്ഥിതി ചെയ്യുന്നത് minus pi by 2 നും pi by 2 നും ഇടയിലാണ് then dy by dx ആണ് ചോദിച്ചത് y ന്റെ ടേംസിൽ so y is equal to എന്താണ് നമുക്ക് തന്നിരിക്കുന്നത് tan inverse of y is equal to tan inverse of cos x minus sin x divided by cos x plus sin x ഓക്കെ ഇവിടുത്തെ ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ യൂസ് ചെയ്തതാണ് that is tan inverse of tan x tan inverse of tan x is equal to tan x ആണ് x ആണ് tan inverse of tan x is equal to x എന്നുള്ള ഐഡിയ ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് സോ നമുക്കത് ആ ഒരു cos x minus sin x divided by cos x plus sin x നെ നമുക്ക് tan ടേംസിൽ എഴുതണം സോ നമുക്ക് ഇതെങ്ങനെ ആക്കാൻ പറ്റും ഇത് നമുക്ക് tan ടേംസിൽ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക് എല്ലാതും ഡിവൈഡ് ബൈ cos x ചെയ്താൽ സംഭവിക്കുക cos x by cos x 1 വരും അതുപോലെ sin x by cos x tan വരും സോ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിവൈഡിങ് numerator and denominator by cos x അപ്പോൾ എന്താ വരിക y is equal to എന്ത് വരും y is equal to tan inverse of cos x by cos x 1 sin x by cos x tan x so 1 minus tan x ഉം താഴെ 1 plus tan x ഉം വരും ശരിയല്ലേ 1 plus tan x ഉം വരും ഇനി യൂസ് ചെയ്യാൻ പോകുന്ന ഐഡിയ പറഞ്ഞാൽ tan pi by 4 ന്റെ വാല്യൂ 1 ആണ് tan pi by 4 tan 45 so tan pi by 4 ന്റെ വാല്യൂ 1 ആണ് സോ ഇത് എങ്ങനെ എഴുതാൻ പറ്റും this can be written as y is equal to tan inverse tan pi by 4 plus tan x divided by 1 minus 1 into tan x എന്നാണ് എഴുതുന്നത് അപ്പം tan pi by 4 into tan x എന്ന് എഴുതാൻ പറ്റും into tan x നമുക്ക് we have the formula that is tan of a plus b എന്ന് പറയുന്നത് tan of a plus b എന്ന് പറയുന്നത് എന്താണ് tan a plus tan b divided by 1 minus tan a tan b എന്നാണ് ഓക്കെ അപ്പോൾ ആ ഒരു ഫോമുലേക്കാണ് നമ്മളുടെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ചെയ്തിരിക്കുന്നത് സോ വി ക്യാൻ റൈറ്റ് y is equal to എന്താ y is equal to tan inverse of ഇവിടെ എന്താ a എന്ന് വരിക a എന്താ വരിക a പറഞ്ഞാൽ pi by 4 അപ്പോൾ pi by 4 എന്ന് വരും പ്ലസ് എക്സ് ഓക്കെ pi by 4 അപ്പോൾ y is equal to tan inverse of tan pi by 4 plus x ആണ് സോ ദാറ്റ് ഈസ് ഈക്വൽ ടു y is equal to എന്ത് വരും pi by 4 പ്ലസ് എക്സ് എന്നാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ y ഡാഷ് എന്താ വരിക then dy by dx therefore അല്ലെങ്കിൽ that gives then dy by dx എന്ന് പറയുന്നത് എന്ത് വരും 0 plus 1 എന്ന് വരും which is equal to 1 അല്ലേ pi by 4 ന്റെ കോൺസ്റ്റന്റ് ആണ് 0 ആവും അതേപോലെ x ന്റെ ഡെറിവേറ്റീവ് 1 ആണ് സോ 0 plus 1 1 എന്ന് വരും അല്ലേ സോ 1 എന്ന് വരും pi by 4 plus x ആണോ നോക്കട്ടെ സോറി ഇവിടെ മൈനസും ഇവിടെ പ്ലസ് 1 അല്ലേ സൈൻ മാറി അപ്പം എന്താണ് ഇവിടെ സൈൻ ഇവിടെ എന്താണ് സൈന് അതായിരിക്കും കേട്ടോ ഇവിടെ അല്ലത് അതാണ് പഠിച്ചാൽ മതി അങ്ങനെ പഠിച്ചാൽ മതി സോ tan a മൈനസ് ബിൻ്റെ ആണ് പക്ഷേ എന്താണ് ജസ്റ്റ് പറഞ്ഞാൽ
ഇവിടെ ഇതിൻ്റെ സൈൻ തന്നെ ഇവിടെ ആവും, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ. സോ ഇവിടെ tan a plus b ആണെങ്കിൽ tan a plus tan b ഡിവൈഡ് ബൈ 1 മൈനസ് tan a tan b ആയിരിക്കും. tan a മൈനസ് b ആവുമ്പോൾ tan a മൈനസ് tan b ഡിവൈഡ് ബൈ 1 പ്ലസ് tan a tan b ആയിരിക്കും. സോ അത്ര വ്യത്യാസമുള്ളൂ. സോ ഇത് മൈനസ് ആവും. സോ 0 മൈനസ് 1 എന്നാവും. 0 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു എന്താ വരിക, -1 എന്നാണ്. ഓക്കെ, സോ ദി ആൻസർ ഇസ് -1 എന്ന് വരും. And the option is D. Option D is the correct answer. Okay, so that was the last question. Okay, so ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് KEAM 2026ന്റെ ഭാഗമായിട്ടുള്ള PYQ ഡിസ്കഷൻ സീരീസിലെ എന്താണ് മാത്തമാറ്റിക്സിലെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ചാപ്റ്റർ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് കണ്ടിന്യൂറ്റി അറ്റ് പോയിന്റ് ബേസ് ചെയ്താണ് ക്വസ്റ്റൻസ് വന്നിട്ട്, ഡിഫറൻഷ്യബിലിറ്റി അറ്റ് പോയിന്റ് ബേസ് ചെയ്താണ് ക്വസ്റ്റൻസ് വന്നിട്ട്, പിന്നെ ഡിഫറൻസിയേഷനിൽ കുറേ മെത്തേഡ്സ് ഉണ്ട്, പാരാമെട്രിക്, നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ, അങ്ങനത്തെ ഓരോ, അല്ലെങ്കിൽ പ്രോഡക്റ്റ് റൂള്, സിമ്പിൾ ആയിട്ടുള്ളതും പ്രോഡക്റ്റ് റൂള്, പാരാമെട്രിക് ഡിഫറൻസിയേഷൻ, അതേപോലെ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ, ഈ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഡിഫറൻസിയേഷൻ്റെ ഫോർമുലാസ് ഒക്കെ പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് ഇതെന്താണ് ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റുമായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ബൈ ഫ്രം ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്.